ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആസന്നമായ ഒരു യുദ്ധമാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ജനതയും ഒപ്പം പാകിസ്ഥാൻ ഭരണകൂടവും ഒരുപോലെ ഭയചകിതരായി നിൽക്കുകയാണ്. വേനൽക്കാലത്ത് സിന്ധു നദിയിലൂടെ ആവശ്യത്തിന് ജലം ഒഴുകിയെത്താതാകുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വെള്ളം കൂടിയും മുട്ടും കഞ്ഞികൂടിയും മുട്ടും എന്ന കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ പ്രത്യാഘാതം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് പല പാകിസ്ഥാനി നേതാക്കളും വളരെ ഭീഷണിയുടെ സ്വരത്തിൽ ഇന്ത്യയോട് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് PPP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായ ബിലാവൽ ഭൂട്ടോ ആണ്. സിന്ധു നദിയിലൂടെ നദീജലം ഒഴുകിയെത്തിയിട്ടില്ലെങ്കിൽ പകരം ഇന്ത്യക്കാരുടെ ചോരയാകും ഈ നദിയിലൂടെ ഒഴുകുക എന്നാണ് ഈ കക്ഷി പറഞ്ഞിട്ടുള്ളത്. സ്വന്തം തള്ള എങ്ങനെയാണ് ചത്തുപോയത് എന്ന് പോലും തിരിച്ചറിയാത്ത തികച്ചും പക്വതയില്ലാത്തൊരു പ്രസ്താവനയായി പോയി ഈ വ്യക്തിയുടേത്. എന്തായാലും നദീജല കരാർ ഇന്ത്യ റദ്ദ് ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് സംഭ്രമത്തിന് അടിപ്പെട്ടുപോയ പാക് നേതാക്കൾ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ ചില പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ തന്നെയായിരുന്നാലും ലോകത്താകമാനമുള്ള സകലവിധ മത തീവ്രവാദികളെയും തീറ്റിപ്പോറ്റുന്ന സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിച്ചുകൊണ്ട് ഈ യുദ്ധം ചെയ്തുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ രാജ്യം ഇനി മടിച്ചു നിൽക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നത് പറഞ്ഞതുപോലെ തങ്ങൾ ചെയ്ത ഹീനമായ പ്രവൃത്തിക്ക് തക്കതായ തിരിച്ചടി അവർക്ക് കിട്ടിയേ മതിയാവും. അതിന് ഇനിയും ഭാരതം മടിച്ചു നിൽക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നദീജല കരാർ റദ്ദാക്കിയതിന് പകരമായി സിംല കരാറിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ത് ഭണ്ഡാരമായാലും ശരി, അവർ സിംല കരാറിന് കാറ്റിൽ പറത്തിയാലും ശരി, പാകിസ്ഥാന് ഈ വിഷയത്തിൽ ഒരു തക്കതായ തിരിച്ചടി നമ്മൾ കൊടുത്തേ മതിയാവും. ഇനിയും ഇവരുടെ ഈ ആട്ടും തുപ്പും ഭീഷണിയും സഹിച്ചുകൊണ്ട് ഒരു ഭാരതീയനും ജീവിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തി എന്താണ്